ഉസ്ബെക്കിസ്ഥാൻ സഹപാഠിയുടെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്തുണ്ട്. പ്രതിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം സാവരിയെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിരുന്നതായും വിസമ്മതിച്ചതിനെ തുടർന്ന് തല മുതൽ കാൽ വരെ അതിക്രൂരമായി അടിച്ചു ചതച്ചു കൊലപ്പെടുത്തി എന്നതുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പ്രതി നിലവിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കഴിയുന്നത്. ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നു. ഇത്തരത്തിൽ പല സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ലോകത്തിൽ ഈ നൂറ്റാണ്ടിൽ നടക്കുന്നുണ്ട്. മതമില്ല, ജാതിയില്ല, മതപരിവർത്തനമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന പലയിടത്തു നിന്നും ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായി വീണ്ടും വീണ്ടും പറയപ്പെടുന്നു. ഓരോയിടത്തും ഇത്തരത്തിൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അനുഭവിക്കുന്ന ക്രൂരപീഡനം, പ്രത്യേകിച്ച് മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ അനുഭവിക്കുന്നത് തീർച്ചയായും തന്നെ എന്ന് നിൽക്കുമോ അവിടെയാണ് ഈ ജനത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നത്. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭാ ഭവനത്തിൽ വസന്ത് പിനി ദമ്പതികളുടെ മകളായ സാവരിയ പ്രതി സദറുൽ അനം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. വ്യാഴാഴ്ച പുലർച്ചെയോടെ കൊച്ചിയിലെത്തിയ സാവരിയയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടത്തി വിധേയമാക്കി. ഉസ്ബെക്കിസ്ഥാൻ പോലീസ് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ തലക്കേറ്റ പരിക്കു മാത്രമാണ് മരണകാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിലെ മറ്റ് ക്രൂരമായ ചതവുകളും മുറിവുകളും അതിൽ പരാമർശിച്ചില്ലാത്തതിനാലും കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം നാട്ടിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. പ്രതിയായ സദറുൽ അനം മുൻപും സാവരിയയെ പലതവണ ഉപദ്രവിച്ചിരുന്നതായി സഹപാഠികളെ ഉദ്ധരിച്ച് കുടുംബം സംശയം പ്രകടിപ്പിച്ചു. ലാപ്ടോപ്പ് കൊണ്ട് പെട്ടെന്ന് അടിച്ചുകൊണ്ടതല്ലെന്നും ശരീരത്തിൽ മുറിവില്ലാത്ത ഭാഗമില്ലാത്ത വിധം ക്രൂരമായി മർദ്ദിച്ചെന്നും ബന്ധുക്കൾ പറഞ്ഞു. പ്രതി സാവരിയയെ മതപരിവർത്തനത്തിൽ നിർബന്ധിച്ചിരുന്നതായി സഹപാഠികൾ ബുഖാറ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആക്രമണത്തിൽ ശേഷം പെൺകുട്ടി താഴെ വീണ് പരിക്കേറ്റതാണെന്ന് പറഞ്ഞാണ് പ്രതി സാവരിയ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം കുറ്റം സമ്മതിക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല, വിസമ്മതിച്ചിരുന്നു, ബഹളം വച്ചിരുന്നു. പിന്നീട് കാര്യങ്ങൾ വഷളാകുമെന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും അയാൾ പറയുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് കൃത്യമായ കാര്യത്തിലൂടെ തന്നെ ഇത് സമ്മതിക്കുകയും അവസാനം ഇത്തരം വരെ എത്തുകയും ചെയ്തത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. കൊലപാതകം വിദേശത്താണ് നടന്നതെങ്കിലും പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് സദറുൽ ആനത്തിനെ കൊലക്കുറ്റം ചുമത്തി കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര കരാർ അനുസരിച്ച് ഇരയും പ്രതിയും ഇന്ത്യൻ പൗരന്മാരായതിനാൽ കേസ് ഇന്ത്യക്ക് വിട്ടു നൽകാൻ ആവശ്യപ്പെടാനും സാധിക്കും. പ്രതിയുടെ കുടുംബവും വിചാരണ കേരളത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ വിചാരണയടക്കമുള്ള നിയമ നടപടികൾ നാട്ടിലേക്ക് മാറ്റാനാണ് സാധ്യതയെന്നും തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്.